നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കടുങ്കാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രുചിയിലുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ? വരൂ വീഡിയോയിലേക്ക് പോകാം. അടുപ്പത്ത് വെച്ച് ചൂടായ ചീനിച്ചട്ടിയിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 സവാള ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറു തീയിലാണ് വഴറ്റിയെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 10 കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നേരത്തെ സൺഫ്ലവറിലിട്ട് മൂപ്പിച്ച് മാറ്റി വെച്ചാലും മതിയാകും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സവാള മൂത്ത് കഴിഞ്ഞിട്ടാണ് കശുവണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. ഞാൻ 5 പച്ചമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്ന, അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഞാൻ 5 വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളിയായിരുന്നു, അതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുള്ളൂ. 5 വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് വഴറ്റുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വഴണ്ടി കഴിയുമ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഈ മസാലക്കൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഈ മസാലക്കൂട്ട് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക. ഇതേ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. സവാള ബ്രൗൺ നിറമാകുന്നതും വരെ നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ, ഞാൻ 1 കിലോ ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിക്കൻ ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. വെള്ളം ഒന്ന് തോരുന്നത് വരെ ഇളക്കുക. ചിക്കനിലെ വെള്ളം ഒന്ന് വറ്റി വരുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ചീനച്ചട്ടി അടച്ച് സ്റ്റൗ ഒന്ന് സിമ്മിലിട്ട് ഇത് ചെറുതീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയൂടി വേണം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായി ഇളക്കിയ ശേഷം വീണ്ടും ചീനച്ചട്ടി അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് ഒന്നുകൂടെ ഇളക്കി അടച്ചു വെച്ചിട്ട് വേവിക്കുക.
നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.